ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു സോളോ വ്ളോഗ്സ് അനദർ ഹിമാചൽ വീഡിയോ സീരീസ്. വളരെയധികം സ്ട്രഗിൾ ചെയ്തൊരു വീഡിയോ ആണ് ഇപ്രാവശ്യം വരാൻ പോകുന്നത്. നമ്മൾ കുറേയധികം ഓക്സിജൻ കിട്ടാതെയും വണ്ടി മറിഞ്ഞും വീണൊക്കെ കുറേയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു ട്രയൽസ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇതിന് മുന്നുള്ള എപ്പിസോഡ്സ് ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പോവാം. സോ നമ്മൾ കാസിയിൽ നിന്ന് ഫസ്റ്റ് എക്സ്പ്ലോറിങ്ങിന് പോവാണ്. അപ്പം എവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കേട്ടോ, ദുന്തപ്പ് ഹോം സ്റ്റേ. സോ നമ്മൾ വണ്ടികളെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോന്നേ വെച്ചൊക്കെയാണ് നമ്മൾ ലഗേജൊക്കെ നമ്മൾ സ്റ്റേ ചെയ്യുന്നവർക്ക് തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ കാസ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ആണോ പാകിസ്ഥാനാണോ അല്ല അഫ്ഗാനിസ്ഥാനാണോ എന്നൊക്കെ തോന്നിപ്പോകും. അതുപോലെയുള്ള ഒരു കൈൻഡ് ഓഫ് ലാൻഡ്സ്കേപ്പാണ് കേട്ടോ. നോക്കി ഫുൾ മൗണ്ടൻ്റെ ഇടയിലുള്ളതാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് റാലി ഓഫ് ഹിമാലയസ് അങ്ങനത്തെ ഉള്ള റേസ് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ ഓക്സിജൻ ലെവൽ കുറച്ച് കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിക്കിം എന്ന് പറഞ്ഞിട്ടുള്ള വേൾഡിലെ തന്നെ മോട്ടോറോളുമായിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ഇരിക്കുന്ന പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയാണ്. അതൊരു ആക്ച്വലി ഒരു എന്താ പറയുക ഒരു ചരിത്ര സ്ഥലം ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ സ്ഥലം കൂടെ നമുക്ക് മീറ്റ് ചെയ്യാമെന്നുള്ള ഇതുണ്ടോ. പൊട്ടിക്കാറ്റൊക്കെ അടിച്ചിങ്ങനെ പൊട്ടി എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ സീൻ പൊടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ശരിക്കും റൈഡ് ചെയ്യുന്ന സമയത്ത് ബാലക്ലാവയും ഗ്ലൗസും ജാക്കറ്റൊക്കെ ഇട്ട് ചെയ്തില്ലെങ്കിൽ തന്നെ നമ്മളെല്ലാവരും പൊടിയിൽ കുളിച്ചെടുക്കുന്നതായിരിക്കും. സോ നമ്മളെല്ലാവരും ഫുള്ളി കവേർഡായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. സോ ആസ് യൂഷ്വൽ നമ്മുടെ മറ്റൊരു ഡേ ആണിന്ന്, ഡേ നമ്പർ 7 എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇത് അടിപൊളിയായിരിക്കും എന്ന് തന്നെ വിചാരിക്കാം. പെട്രോൾ അടിച്ചിട്ടോ, പെട്രോൾ ക്യൂ ആണല്ലോ. Excuse me, sir, is there any other way to go to Hikkim? Is there any other way? Any other way to go Hikkim? Any different route to Hikkim post office? No sir. No. Only this route. Okay. You can come after 4, right? short while, maybe half an hour or 1 hour. Okay. Yeah. Thanks. So ഇവിടെ റാലി ഓഫ് ഹിമാലയസ് നടക്കുന്നുണ്ട്. ഇത് ക്ലോസ്ഡ് ആണ് കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ട്രാക്ക് പിടിക്കാം. സോ ഇതുവഴിയായിരുന്നു മുകളിലേക്ക് കയറി പോണത്. ബട്ട് ഞാൻ ആദ്യം പറഞ്ഞ റാലി ഓഫ് ഹിമാലയസ് ഇന്നായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല. സോ ട്രൈ ഫോർ ദ നെക്സ്റ്റ് ട്രാക്ക്. സോ നമ്മുടെ പ്ലാൻ നമ്പർ 1 പാളി. അതുകൊണ്ട് നമ്മൾ പ്ലാൻ നമ്പർ 2 ഇവിടെ നമ്മൾ കുറച്ച് മുന്നേ ഒരാളോട് സംസാരിച്ചു. അപ്പോൾ പുള്ളിയോട് പറഞ്ഞൊരു കയറി പോയി കഴിഞ്ഞാൽ ഒരു വില്ലേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു വാലി പോലത്തെ സ്ഥലത്ത് ചെല്ലും. അവിടെ ഫുൾ ഓഫ് റോഡാണ്, അങ്ങനെയൊക്കെയാണ് ആൾ പറഞ്ഞത്. സോ അത് ട്രൈ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ നൈസായിട്ട് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. എൻ്റെ പൊന്നോ, സ്പിറ്റി വാലിയിലൂടെ നമ്മളിതാ പറന്നോണ്ടിരിക്കുകയാണ്. ഇതൊരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഇത് നോക്കി, അവിടെ ഒരു പുഴ പോലെ, പിന്നെ വഴി ഇങ്ങനെ കിടക്കുവാണ്. ഇതൊക്കെ ഒന്ന് നമ്മളൊരുവിടെയെങ്കിലും വന്ന് കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം. ഇതിൽ നമ്മുടെ മോട്ടോർ സൈക്കിൾസിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്തോടെ വണ്ടി ഓടിച്ച് നമുക്കിങ്ങനെ ഇത്ര ഓപ്പണായിട്ട് നടന്ന് കാണുന്നത് കാണാൻ പറ്റുന്നതാണ്. കാരണം കാറിലോ മറ്റു വണ്ടികളൊന്നും പോയാൽ ഈ ഒരു റോ ഫീൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയുടെ മുകളിലൊരു വീട് പോലെ കാണുന്നുണ്ട് കേട്ടോ. ഓ
ഇതൊക്കെ പാടം എന്താണ് കേട്ടോ. ഷോ എന്ത് രസമാണ് കാണാനത്, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയധികം ബ്യൂട്ടിഫുൾ. സൂപ്പർ. മാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല, ഫുൾ കോർണേഴ്സ് ആണ് കേട്ടോ. ഇങ്ങനെ 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 അത് എൻ്റെ ഫോണ് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ വഴിയൊക്കെ കാണാൻ പറ്റും. ഫുൾ കേർവ്സ്. നമ്മളങ്ങനെ ഏതോ ഒരു വില്ലേജിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ടാർ റോഡൊന്നും കാണാൻ സാധ്യത കുറവാണ്. കൈബർ എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജാണ് കേട്ടോ. കിബർ KIBBER. സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിലേക്കൊരു വഴി കാണുന്നുണ്ട്. ലെറ്റ്സ് ഗോ ദാറ്റ് റൂട്ട്. हमारे बटलो കുറച്ച് ടാസ്കാ, മറ്റേനേക്കാളും ടാസ്കാ. വണ്ടി നീങ്ങല്ലോ, പാടാ. ലിവർ പാപ്പടായിട്ട്. ഇത് അജീഷേ ഇത് കയറിയാലേ പണിയാവാൻ തോന്നുന്നുണ്ട് ഇവർക്ക്. എന്താടാ ഫ്ലോയിൽ വേണം നമുക്കല്ലേ? സീറ്റിൻ്റെ അല്ലേടാ, ത്രോട്ടിലിൻ്റെ കാലുമായിട്ട് ബന്ധമില്ല ഇവിടെ. കാലുകുത്താൻ കയറത്തില്ല, ഇരുന്ന് കയറില്ല. ആ ഫ്ലോയിൽ കയറി പോകണം. സ്റ്റാർട്ടിംഗ് ആണല്ലോ ഫസ്റ്റ് നിന്ന് എനിക്ക് Are you ready? കുറച്ച് റിസ്ക്കിയാണ്, പക്ഷേ യുവമാരെന്തായാലും എടുക്കാന്ന് പറഞ്ഞിട്ട് ഫുൾ സപ്പോർട്ട് കിട്ടാം. അപ്പോൾ നമ്മളെന്തായാലും കയറാൻ തീരുമാനിച്ചു. വണ്ടി ഓടിച്ചുകൊണ്ട് പോകണതിന് ഇവിടെ പ്രശ്നമില്ല, പക്ഷേ ഇങ്ങനെ നടക്കാനാണ് പാട്, ഓപ്ഷൻ കണ്ടത് കുറവായതുകൊണ്ട്. എന്തായാലും നമ്മൾ ജസ്റ്റ് ആ മലയുടെ മോൾ ഭാഗം വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കാം കേട്ടോ.
താഴ്പോട്ടോ ഇല്ല ഫ്രണ്ടിലോട്ട് കുഴപ്പമില്ല, ഓടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി മുകളിലേക്ക് വഴി കാണുന്നുണ്ട്, പക്ഷേ എന്താവുമെന്നറിയില്ല. പിന്നെയെന്ന് വെച്ചാൽ ഓടിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ വീട് കുറച്ച് നടന്നാൽ കതിച്ചു പോവാണ്. നമ്മൾ വേറൊരു ട്രയൽ എടുക്കാൻ തീരുമാനിച്ചു, തിരിച്ചു പോകണം കേട്ടോ. നമ്മുടെ ഈ ഒരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു വില്ലേജ് ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയ കേട്ടോ. വില്ലേജുകളിൽ കാണുന്ന വഴി കൂടെയൊക്കെ ചുമ്മാ ഒന്ന് എടുക്കുവാണ്. ഇവിടെ എല്ലായിടത്തും ഇതുപോലുള്ള വഴികൾ തന്നെയാണ് മൊത്തത്തിൽ കിടക്കുന്നത്. ആൾക്കാർക്കൊക്കെ ഒരു ജപ്പാനീസ് ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഓ, അയ്യോ, ഇത് വേറെ ഏതൊരു വഴിയിലേക്ക് ചാടി. ഇത് ഇവിടുത്തെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് കേട്ടോ. സ്നോ ലെപ്പേഡൊക്കെ ഉള്ള സ്ഥലമാണ്. വണ്ടിയൊക്കെ സ്റ്റാർട്ട് ആവുന്നില്ല. നമ്മളൊരു മലയുടെ മുകളിലെത്തിരിക്കാൻ കേട്ടോ. ആ പൊളി. ഓ ഫോനെ പൊളി. എല്ലാം ഇറങ്ങി പോയാലോ.
Oh my gosh! നല്ലൊരു മികച്ച വീഴ്ചയായിരുന്നല്ലോ. നല്ലൊരു മികച്ച അയ്യോ ഒരു രക്ഷയിലായിരുന്നു. ഞാൻ പിന്നെ ഇവിടെ വന്നപ്പോ ഇങ്ങോട്ട് തിരിഞ്ഞു കയറി പോകാൻ പറ്റില്ല. ഇങ്ങനെ പറ്റില്ല. ഞാൻ ഇങ്ങനെ വന്നപ്പോ ഈ സംഭവം കണ്ടില്ല. സംഭവം കണ്ട് ഇങ്ങോട്ട് തിരിച്ചപ്പോ അവിടെ കിടന്നു. ഇതാ റേഡിയേറ്ററിന് പണിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഓക്കെയാണ്. നമ്മൾ വീണ്ടും വന്നാൽ വീണല്ലോ. സോ വീണ്ടും നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ഇതുവരെ ഇറങ്ങാനായിട്ട് അങ്ങോട്ട് തീരുമാനിച്ചേക്കാണ്. ഇവിടെ ഇറങ്ങാം. ഇറങ്ങിയാൽ മുന്നിൽ പോക്കോ. ഇത് മൊയല്. നമ്മൾ ഈ സ്പിറ്റി വാലിയിൽ ചുമ്മാ ഒരു ട്രയൽസ് അടിക്കാൻ ഇറങ്ങിയാണ്. പക്ഷെ ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ. ലൈക്ക് ഓക്സിജൻ ലെവൽ ഭയങ്കര കുറവാണ്. പക്ഷെ ഭയങ്കര ലൈക്ക് ബ്രീത്തിങ് ഇഷ്യൂ ഭയങ്കരമാണ്. നമ്മളൊരു ചെറിയൊരു വില്ലേജ് വിസിറ്റ് ചെയ്തു. പിന്നെ ഇതുപോലെ ഈ കാണുന്ന മൗണ്ടൻസിൻ്റെ മുകളിൽ കൂടെ ചുമ്മാ ഒന്ന് കയറി ഇറങ്ങിയതാണ്. പക്ഷേ താഴേക്കുണ്ട്. ഓ എൻ്റെ പൊന്നോ, എന്ത് രസം കാണാനായിട്ട് ഉണ്ടോ. വണ്ടി ഇങ്ങനെ കയറിപ്പോണ്ട് ശരിക്കും കാണാം കേട്ടോ. ഹീറോയുടെ വണ്ടിയുടെ ക്ലച്ചും പോയി, ക്ലച്ച് ലിവർ ഒടിഞ്ഞും പോയി. അതുപോലെ തന്നെ ഹാൻഡിൽ ബാർ നല്ല ബെൻഡുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുന്ന പൊസിഷൻ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ലക്കിലി ഹാൻഡിൽ ബാർ പറഞ്ഞ സ്പെയർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതും ക്ലച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. സോ ഗൈസ്, നമുക്ക് നമ്മുടെ വേൾഡ് തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മോട്ടോർ ആയിട്ടുള്ള ആ പോസ്റ്റ് ഓഫീസ് കാണാൻ പറ്റുമോ അറിയില്ല. ബിക്കോസ് ഈ ഒരു ചെറിയ പണികൾ വന്നതുകൊണ്ട് സോ ഡൗട്ടാണ്. അതിന് താഴെ ചെന്നിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം തീരുമാനിക്കാമെന്നുള്ളൊരു പ്ലാനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ രാവിലെ വന്ന ആ വഴി കൂടെ തന്നെ തിരിച്ചു പോകണം കേട്ടോ. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല വൺ ഓഫ് ദ ബെസ്റ്റ് ബ്യൂട്ടിഫുൾ വാലിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്ര അധികം ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇവിടെ അവർ ഓരോരോ ഗ്രാമങ്ങളായിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടോ, അങ്ങനെ നമ്മൾ മറ്റേ ഗെയിമിലൊക്കെ കളിക്കുന്ന പോലെ അങ്ങനെ അവിടെ ഒരു കുറേ ആൾക്കാർ വരുന്നു, താമസിക്കുന്നു. പിന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കൾട്ടിവേഷൻസ്, ഫാമിങ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. സ്പിറ്റി വാലി, വാട്ട് ആൻ അമേസിങ്.
ഹിക്കിമിലേക്ക് പോകാൻ പോവാണ്. വെൽക്കം ടു ഫോസിൽ ഏരിയ എഴുതിയിട്ടുണ്ട്. പക്ഷെ പോസ്റ്റ് ഓഫീസ് അടച്ചു എന്നാണ് കേട്ടെ, എന്താണെന്നറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. സോ നമ്മൾ ഹിക്കിം പോയി നോക്കാനുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. കാല് പിടിച്ച് പിടിച്ച് നേരെ അങ്ങ് പോയാൽ തീർന്നല്ലേ. നമ്മൾ എത്ര ആയില്ലേ കയറി. കയറിയില്ല, നഷ്ടമായി പോയേനെ കേട്ടോ. അല്ലേ, കയറാതെ വീട്ടിൽ പോയിരുന്നല്ലേ വൻ നഷ്ടമായി പോയേനെ. ഒരിറക്കം കണ്ട്. ഓ I think we almost reached the post office. Oh, നോക്ക്, വലിയ പോസ്റ്റ് ഓഫീസ്. ആക്ച്വലി ഇതാണ് ലോകത്തിലെ ഏറ്റവും ഹൈറ്റിൽ ലൊക്കേറ്റ് ചെയ്തേക്കുന്ന മോട്ടോറബിൾ ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസ് കേട്ടോ. അത് വണ്ടി ഓടിച്ചാൽ നിങ്ങൾക്ക് കത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും ഹൈറ്റിലുള്ള പോസ്റ്റ് ഓഫീസ്. അതാണ് നമ്മുടെ മുന്നിൽ ഇത് കാണുന്ന പോസ്റ്റ് ഓഫീസ്. ഓ, ദാറ്റ് വാസ് കൂൾ കൂൾ കൂൾ. സോ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. എൻ്റെ പൊന്നു, നമ്മളങ്ങനെ എത്തിയിരിക്കുന്നു. ഇത് മിസ്സായതായിരുന്നു കേട്ടോ. വരാൻ തീരുമാനിച്ച എന്തായാലും നന്നായി. 14,567 അടി. എൻ്റെ അമ്മോ, 4,440. വേൾഡിലെ ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ, വേൾഡിലെ കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ റാലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ കിട്ടില്ലൻ വഴിയായിരുന്നു കേട്ടോ. ഒരു ഓഫ് റോഡൊക്കെ അടിച്ച് റാലി ബൈക്കിൻ്റെ ഒരു ക്വാളിറ്റി ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള വഴികളിലൂടെ വരുമ്പോഴാണ്. അപ്പോൾ വലിയൊരു പോസ്റ്റ് ഓഫീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബിഗ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസ്. ആ അതെ 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 അതെ, പോസ്റ്റ് ചെയ്യുന്ന സാധനത്തിൻ്റെ അതേ ഷേപ്പിൽ പോസ്റ്റ് ഓഫീസ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ വെച്ചാൽ ഇവിടുന്ന് ചുറ്റുമുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇവിടെ കുറേ വില്ലേജസ് ഹൗസസ് ഒക്കെ കാണുന്നുണ്ട്. വ്യൂ ഒക്കെ ഇതാണ്. സോ ഇതാ കുറച്ചപ്പുറത്തേക്കൊക്കെ നിങ്ങൾക്ക് സ്നോ മൗണ്ടൻസ് കാണാൻ പറ്റും. ഇത് ലെവൽ ഫീലായിരുന്നു. സോ എന്തായാലും നമുക്കും ഇവിടെ വരാൻ പറ്റിയില്ലേ, വലിയ സന്തോഷം. ശുക്ര എന്താണ് പറയാല്ലേ? പറയാ അതെ, ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. റാലി അല്ലേ, ഇങ്ങനെ എത്താൻ പറ്റി. സോ നമ്മളിതാ ഈ ഒരു പോസ്റ്റ് ഹൗസിൽ നിന്ന് തിരിച്ചിറങ്ങുവാണ്. തണുപ്പ് ഭയങ്കരമായിട്ട് കൂടി, ഒരു രക്ഷയില്ല. ഇനി നമ്മൾ നേരെ റൂം പിടിക്കണം. അങ്ങനെ ഈ ഒരു ഡേ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ കിടിലനായിരുന്നു കേട്ടോ. ആ ഓഫ് റോഡ്സൊക്കെ ആണെങ്കിലും ഇതാ ഈ ഒരു പോസ്റ്റ് ഓഫീസൊക്കെ ആണെങ്കിലും ഇങ്ങോട്ട് റൈഡും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു മെമ്മറബിൾ വണ്ണായിരുന്നു. സോ എനിക്ക് തോന്നുന്നു
നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും അത് ഓർത്തിരിക്കാൻ പറ്റുന്നൊരു റൈഡ് തന്നെ ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇങ്ങോട്ട് ഇച്ചിരി സ്പീഡിലാണ് വന്നത്. ഇനി അങ്ങോട്ട് പിന്നെ പതുക്കെ പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ നമ്മൾ. കാരണം അത്ര ധൃതി വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഡേഞ്ചർ റോഡും കൂടിയാണ്. എന്തായാലും സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ ഇവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും നെക്സ്റ്റ് ഡേ പുതിയ സ്ഥലത്തേക്കായിരിക്കും പോകാൻ പോകുന്നത്. അപ്പോൾ പുതിയതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ഇവിടെ കഴിക്കാൻ വന്നപ്പോൾ ഇവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആക്ച്വലി കിട്ടിയ സമയം കൊണ്ട് നമ്മൾ ഹിക്കിം എക്സ്പ്ലോർ ചെയ്തു, അതുപോലെ തന്നെ ലഞ്ച എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്തു, അതുപോലെ തന്നെ കിപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്തിട്ടാണ്. അപ്പോൾ അത്രയ്ക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മിസ് ചെയ്തത് പിൻവാലി മിസ്സായി. അത് അടിപൊളി. അത് ഏകദേശം 1 hour എങ്ങാണ്ട് ട്രാവൽ ചെയ്തായിരുന്നു.